നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തോലിക്ക സഭയുടെ ദില്ലിയിലെ ആസ്ഥാനം സന്ദർശിച്ചത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയുള്ള സന്ദർശനത്തിനെതിരെ വലിയ രീതിയിലുള്ള പരിഹാസവും വിമർശനവുമെല്ലാം കേരളത്തിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ കേരളത്തിലെ ചില വൈദികന്മാർ പറഞ്ഞതിനെയൊക്കെ അതാത് സഭകൾ തന്നെ അല്ലെങ്കിൽ സഭാ നേതൃത്വം തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ ഒരു വൈദികൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വിമർശിച്ചിരുന്നു. പ്രധാനമന്ത്രി അവിടെ പുൽക്കൂടിനെ വണങ്ങുമ്പോൾ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ പുൽക്കൂടുകൾ നശിപ്പിക്കപ്പെടുകയാണ്. പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അതേ രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ ഇത്തരം പുൽക്കൂടുകളും മറ്റും സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഊതിക്കൊണ്ട് കഴുത്തറുക്കുന്ന ഒരു നിലപാടാണ് BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വീകരിക്കുന്നത് എന്നാണ് ഒരു വൈദികൻ പറഞ്ഞത്. പക്ഷേ അതേ വൈദികൻ്റെ സഭയുടെ നേതൃത്വം തന്നെ അങ്ങനെയൊന്നുമല്ല, പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഈ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല, അത് സഭയുടെ നിലപാടല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. എന്തായാലും കത്തോലിക്ക സഭ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തങ്ങൾക്കുള്ള അംഗീകാരമാണ് എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ BJPയും കേരളത്തിലെ ക്രൈസ്തവ സഭകളുമായി മികച്ച ബന്ധത്തിലാണ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ വാർത്താ ലേഖകരെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. എന്തായാലും മികച്ച ബന്ധം ഇവിടെയുണ്ട്. പക്ഷേ ചില വിമർശകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ വലിയ അസന്തുഷ്ടരാണ്. അവർ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നുണ്ട്, അസ്വസ്ഥതയും പ്രകടിപ്പിക്കുന്നുണ്ട്. അന്ന് ആ സമയത്ത് കത്തോലിക്ക സഭ പറഞ്ഞത്, ഞങ്ങൾ BJPയുടെ ഒരു നേതാവിനെ അല്ല, രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ക്ഷണിച്ചത്. ഞങ്ങൾ ക്ഷണിച്ചതനുസരിച്ചാണ് നരേന്ദ്രമോദി CBCI ആസ്ഥാനത്ത് എത്തിയത് എന്ന് കത്തോലിക്ക സഭയും വിശദീകരിച്ചു. എന്നാൽ ഇപ്പോൾ വിമർശകരെ കൂടുതൽ അസ്വസ്ഥരാക്കുന്ന വാർത്തയാണ് വരുന്നത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് CBCI ആസ്ഥാനം സന്ദർശിച്ചിരിക്കുന്നു. അദ്ദേഹം അവിടുത്തെ വൈദികരുമായി അല്ലെങ്കിൽ സഭാ നേതൃത്വവുമായി ചർച്ച നടത്തി. അതിനുശേഷം ദില്ലിയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രിയും BJPയുടെ ദേശീയ അധ്യക്ഷനും പങ്കെടുത്തിരിക്കുന്നു. തീർച്ചയായും ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ചങ്കിടിപ്പുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി ഔദ്യോഗികമായി സഭാ നേതൃത്വങ്ങൾക്ക് നൽകിയ ക്രിസ്മസ് വിരുന്നിന് ശേഷം BJPക്ക് വലിയ വേരോട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂരിൽ ഒരു സീറ്റ് പിടിച്ചടക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ LDFും UDFും സഭാ നേതൃത്വങ്ങളും BJPയുമായിട്ടുള്ള ഈ ബന്ധത്തിൽ വലിയ ആശങ്കാകുലരാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.